ജഗദീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജഗദീഷ്, സലീം കുമാറുമായി ഒത്തുള്ള ആ ഒരു അഭിനയ നിമിഷങ്ങളുമൊക്കെ ഓർത്തെടുക്കുന്നുണ്ടാകും. എങ്ങനെ ഓർക്കുന്നു ഇപ്പോൾ ആ പ്രിയപ്പെട്ട നടനെ, നിങ്ങളുടെ കൂട്ടുകാരനെ? സലീം കുമാർ അടുത്ത സുഹൃത്താണ്. കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വളരെയധികം അറിവുള്ള, വളരെയധികം പഠനം എപ്പോഴും നടത്താറുള്ള ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം ഈ എന്താ പറയാ, ചിരിപ്പിക്കുന്ന വേഷങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ നാഷണൽ അവാർഡ് വരെ ലഭിക്കത്തക്ക രീതിയിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേ മികവോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രാഗൽഭ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എന്ത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. അത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നു. ആര് എന്ത് പറയും, ആർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. എല്ലാ കാലത്തും തന്റെ നിലപാടുകൾ ഉറച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് ഏറെ ബഹുമാനമാണ്, സലീമിനോട് ഏറെ ബഹുമാനമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്ന സലീം, ഹാസ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ എത്രത്തോളം ചിരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ചിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതാണ് സലീമിന്റെ പ്രത്യേകത. അപ്പോ സലീം കുമാർ എന്ന് പറയുന്ന ഒരു കലാകാരൻ മലയാള സിനിമ എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് വായിച്ചിട്ടുള്ള, ഒരുപാട് അറിവുകളുള്ള, സാഹിത്യവുമായി ഏറെ ബന്ധമുള്ള, കലയെക്കുറിച്ച് നിരന്തരം പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു അതുല്യ കലാകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ മലയാള സിനിമയുടെ ചരിത്രം, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക. ഈ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ വന്ന നടന്മാരൊക്കെ പലപ്പോഴും ഈ ഒരു പല ലേബലുകളിൽ ഒതുങ്ങിപ്പോകും, ഈ ഹാസ്യ കഥാപാത്രം എന്നുള്ള. പക്ഷേ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആദാമിൻ്റെ മകൻ അബു ആയാലും, അച്ഛനുറങ്ങാത്ത വീട്ടിലുള്ള സാമുവൽ എന്ന കഥാപാത്രമായാലും ഒക്കെ അത്രമേൽ നമ്മളെ കരയിപ്പിച്ച ഒരു കഥാപാത്രമാണ്. സലീം കുമാർ അത്രമേൽ ആഴത്തിലിറങ്ങി അഭിനയിച്ച ഒരു കഥാപാത്രമായിരുന്നു ഇത് രണ്ടും. പല ഹാസ്യകലാകാരന്മാർക്കും ഒന്നും കിട്ടാത്തൊരു വേഷം സലീം കുമാറിന് കിട്ടി എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായിട്ടും. ഈ ആദാമിന്റെ മകൻ അബു എന്ന കഥാപാത്രം, അതിന് ഓഫർ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച്, ആ കഥാപാത്രത്തെക്കുറിച്ചും അത് അവതരിപ്പിക്കാൻ പോകുന്ന രീതികളെ കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അതിനുവേണ്ട പ്രത്യേക ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും, ആ കഥാപാത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങളൊക്കെ മനസ്സിലാക്കി, ആ സാഹചര്യം, ഹജ്ജിന് പോകുന്നതിന്റെയൊക്കെ ആ കാര്യങ്ങളും വിവരങ്ങളെല്ലാം തന്നെ സംവിധായകൻ സലീം അഹമ്മദുമായി ദീർഘമായ ചർച്ചകൾ, ഞാനുള്ള ഒരു സെറ്റില് സലീം അഹമ്മദ് വന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഭിനയത്തെ അത്രത്തോളം ഗൗരവത്തോടെ, ഇപ്പൊ സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം ഗൗരവം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഠനം, ആ ക്യാരക്ടർ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ വാർത്ത് എടുത്ത് അത് സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിജയം കൂടിയാണ് ഈ ചിത്രങ്ങൾക്ക് ലഭിച്ച ഈ അവാർഡുകൾ. അപ്പൊ നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ആണ്. എന്തുകൊണ്ട് ഡിസേർവിംഗ് ആയിരുന്നു? ആ സമയത്ത് ജൂറിയൊക്കെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവർക്ക് അടുത്ത കാലത്തെങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അച്ഛനുറങ്ങാത്ത വീടിന്റെയും കാര്യം. ഒരു അച്ഛന്റെ കർമ്മസങ്കടം, വേദന, വിഷമം ഒക്കെ മനോഹരമായി അഭ്രപാളികളിൽ അവതരിപ്പിച്ച ഒരു നടനാണ് സലീം. വളരെയധികം നന്ദി ശ്രീ ജഗദീഷ്, ഈ വേളയിൽ നമ്മോട് പ്രതികരിച്ചതിന്.